ഇന്നത്തെ വീഡിയോയിൽ 4 മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കാരണം പുതിയ അപ്ഡേറ്റ് വന്ന 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് കുറവുള്ള ആൾക്കാർക്ക് ഒരുപാട് സന്തോഷിക്കേണ്ട 4 കാര്യങ്ങളാണ് യൂട്യൂബ് ഈ പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നത് കേട്ടോ. അതിൽ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നമുക്ക് നല്ലൊരു രീതിയിൽ യൂട്യൂബ് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നതാണ്. ഇനി നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ മെസ്സേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. എന്നാലും മാത്രമേ ഇനി അവർക്ക് നമ്മുടെ വീഡിയോയിൽ എന്താ പറയുക മെസ്സേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നല്ലൊരു കിടിലൻ ഒരു അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് യൂട്യൂബ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാരണം സബ്സ്ക്രൈബ് ഒക്കെ കുറവുള്ള ആൾക്കാർക്ക്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നല്ലൊരു കാര്യമാണ് യൂട്യൂബ് ചെയ്തിരിക്കുന്നത്. അത് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതികൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒന്നിനായിട്ട് മാത്രമാണ് ആ സെറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് സെറ്റിങ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ടും യൂട്യൂബ് പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തായാലും നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് താഴെ കമൻറ്റുകളിലൂടെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ ഞാൻ ജ്യോതിഷ്, യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് ടിപ്സുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞാനൊരു നമ്പർ കൊടുക്കുന്നത് വാട്സാപ്പ് നമ്പർ. ആ നമ്പറിൽ നിങ്ങൾ ദയവ് ചെയ്ത് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. രണ്ടാമത്തെ കിടിലൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതും നമുക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല കമൻറ്റുകളും ചെയ്യാറുണ്ട്, അതേപോലെ ബാഡ് കമൻറ്റുകളായിട്ടും വരാറുണ്ട്, റിപ്പോർട്ട് അടിക്കേണ്ട കമൻറ്റുകളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഓരോന്നായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് പുതിയ യൂട്യൂബ് ഒരു അപ്ഡേറ്റ്, പുതിയൊരു ടൂൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ മെസ്സേജിനായിട്ട് നല്ല നല്ല മെസ്സേജ് എല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് ഒരൊറ്റ മെസ്സേജിലായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ബേർഡായിട്ട് അയക്കുന്നവരുണ്ടെങ്കിൽ അത് നമുക്ക് ഒരൊറ്റ റിപ്പോർട്ടായിട്ട് അടിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നത്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ ലൈക്കിലാണ് എൻ്റെ ഓരോരോ ഈ വീഡിയോൻ്റെ റെക്കമെൻഡേഷനും ഒക്കെ കൂടി വരുന്നത് ഈ ലൈക്കിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ മടിക്കാതെ ലൈക്ക് കൂടി ഒന്ന് ദയവ് ചെയ്ത് ചെയ്യുക. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ്. നമ്മുടെ എന്താ പറയുക, AI എഫക്റ്റുകൾ മുതലായിട്ടുള്ള കുറച്ച് പുതിയ ടൂളുകൾ യൂട്യൂബ് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഷോർട്ട് ഫോണുകളിൽ ഇപ്പോൾ ലഭ്യമല്ല. ഇതിപ്പോൾ ലഭ്യമാകുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ് വെർഷനിലും അതേപോലെ തന്നെ ലാപ്ടോപ്പുകളിലുമാണ് ഈ വെർഷൻ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത്. ഭാവിയിൽ നല്ലൊരു ഫ്യൂച്ചർ ഇത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഫോണിലും ഈ ഒരു ഫ്യൂച്ചർ വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ബ്രാൻഡ് സ്പോൺസർഷിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ യൂട്യൂബിൽ ഈ മോണിറ്റൈസ് ഒക്കെ ആയ ചാനലുകാർക്ക് ഒരു ടൂള് കാണിക്കാറുണ്ട്, ബ്രാൻഡ് ടൂൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ആർക്കും തന്നെ ഇതുവരെ ആ ഒരു സ്പോൺസർഷിപ്പ്, ആ ഒരു ബ്രാൻഡ് ലഭിച്ചതായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേട്ടോ. അത് തന്നെ യൂട്യൂബിന് മനസ്സിലായിട്ടുണ്ട്. അതായത് യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരികയാണ്. നമ്മളൊരു ബ്രാൻഡുമായിട്ട്, അതായത് റിലേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രാൻഡിനെ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്രിയേറ്ററും ബ്രാൻഡും തമ്മിലൊരു ലിങ്ക് അവിടെ വർക്കാവും. അതല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് പറ്റിയ ചാനലാണെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോയിലൊക്കെ നമ്മളിലേക്ക് കൂടുതൽ ബ്രാൻഡുകൾ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ബ്രാൻഡിനെ കുറിച്ചുള്ള വീഡിയോ ആണോ ചെയ്യുന്നത് ആ ഒരു ബ്രാൻഡിനെ ടാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് യൂട്യൂബ് കൊണ്ടുവരുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് അറിയാം, നമ്മുടെ ആദ്യം പറഞ്ഞ ആ മെസ്സേജ്. ഇനി നമുക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്താലേ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു ഓപ്ഷൻ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. ഇതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക, ഹൈപ്പ് കൂടി ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. ഇതേപോലെ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നല്ലൊരു ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും സൈനിങ് ഓഫ്.